പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഒരു സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 18 വാക്യം. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. നിങ്ങൾ ആ വചനം ഒന്നുകൂടെ ആവർത്തിച്ച് വായിച്ചേ. ദൈവപുരുഷനായിരിക്കുന്ന മോശയുടെ ഒരു പ്രാർത്ഥനയത്. മോശയുടെ പ്രാർത്ഥനയ്ക്കകത്ത് മോശയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്? നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമെന്ന്. പ്രൈസ്. പുറപ്പാട് ദിവസം 33 അധ്യായം ഹല്ലേലൂയ അതിന്റെ 12 വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഭക്തൻ ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും ദൈവത്തിന്റെ ദയയെക്കുറിച്ചും ഒക്കെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് പറയുക. ആ പ്രാർത്ഥനയിലാണ് മോശ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ തേജസ് എനിക്കെന്ന് കാണിച്ചു തരണം. പ്രൈസ്. നമ്മളിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ആത്മഭാരം, അങ്ങനത്തെ ചിന്താഗതി ഉണ്ടോ ഇല്ലയോ എന്ന് ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രൈസ്. അപ്പൊ ദൈവതേജസ് എപ്പോൾ വെളിപ്പെടും? ദൈവതേജസ്സിനെ രുചിച്ചറിയുന്ന, അനുഭവിച്ചറിയുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആത്മീയ പുരോഗതി പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ തേജസ്സിനെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. തേജസ്സിന്റെ അഭിഷേകം പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം എന്നിങ്ങനെ അനേക ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവിന്റെ തേജസ്സിനെ നമ്മുടെ കണ്ണുകൊണ്ട് എങ്ങനെ കാണാൻ കഴിയും? ആ തേജസ്സിന്റെ അഭിഷേകം എങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോഴേ, ഹല്ലേലൂയ, ദൈവതേജസ് കാണണമെന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ദൈവപുരുഷനായ മോശയുടെ ആത്മീയ നിലവിളി നിങ്ങൾ കാണണം. ദൈവപുരുഷനായിരിക്കുന്ന മോശയുടെ ആത്മീയമായ നിലവിളി, പ്രാർത്ഥനയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ചേർത്ത് വെച്ച് നമ്മളും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ആഗ്രഹിക്കുന്ന ദൈവം അവന്റെ മുഖതേജസ് നമ്മുടെ ആത്മീക കണ്ണുകൊണ്ട് കാണുവാൻ, ആ തേജസ്സിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ തന്നെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. ഇതെല്ലാം ആത്മീയമാണ്, വിശ്വാസമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. അതിനെ എങ്ങനെ അനുഭവിക്കും? ഹല്ലേലൂയ. ആ തേജസ്സാൽ അളവില്ലാതെ എങ്ങനെ നിറയ്ക്കപ്പെടും എന്നൊക്കെ മോശി എന്ന് പറയുന്ന ഭക്തൻ വളരെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എന്ന 84 സങ്കീർത്തനം വായിക്കുന്നത് പോലെ മോശയുടെ ഹൃദയാഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ശക്തിയെ മോശ പല പ്രാവശ്യം കണ്ടിരുന്നു. അല്ലെങ്കിൽ ചെങ്കടൽ കടന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തിയും തേജസ്സും എത്ര ഭയങ്കരമാണെന്ന് മോശ കണ്ടതാണ്. ഹല്ലേലൂയ. ചെങ്കടൽ അവർക്ക് മുമ്പിൽ നിൽക്കുകയാണ്, അത് കടക്കണം. അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഫറവോന് സൈന്യം അടുത്തെത്തും. ഇസ്രായേൽ അവർ കൊന്നുകളയും, മോശയും കൊന്നുകളയും. ഹല്ലേലൂയ. എന്നാൽ ആ മറുകര കടയ്ക്കുവാൻ, ഹല്ലേലൂയ, ഒരു പഴുതുമില്ലാതെ എല്ലാം പഴുതും അടഞ്ഞെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ എല്ലാ പഴുതുകളും അടഞ്ഞിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ തേജസ് മോശയിലേക്ക് ദൈവം വെളിപ്പെടുത്തുകയാണ്. മോശ, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീ ചെങ്കടമേ നീട്ടുക. അങ്ങനെ ചെങ്കടമേ നീട്ടിക്കഴിഞ്ഞപ്പോൾ കിഴക്കൻ കാറ്റടിച്ച് ചെങ്കടൽ രണ്ടായിട്ട് പിളർന്ന് മതിപോലെ നിന്ന് ദൈവതേജസ്സിന്റെ നടുവിലൂടെ, ആ ചെങ്കടലിന്റെ നടുവിലെ പെരുവഴിയിലൂടെ ഇസ്രായേൽ മറുകര കടന്നു. പ്രൈസ്. ആഗ്രഹിച്ചാൽ കിട്ടും കേട്ടോ. ഹല്ലേലൂയ. 20 സങ്കീർത്തനം 4 വാക്യം നമ്മൾ വായിച്ചിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരും. അപ്പൊ നമ്മൾ മോശ ആഗ്രഹിക്കുന്നത് എന്താണോ അത് താൻ പ്രാപിക്കും എന്നുള്ളതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചെങ്കടൽ കടന്നപ്പോൾ ആ തേജസ് കണ്ടു. അപ്പം കർത്താവിന്റെ ബലമുള്ള കൈയും നീട്ടിയ ഭുജവും ഉയർത്തിയ കരവും കണ്ട് ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്.
മോശ. ഹല്ലേലൂയ. ആകാശത്തു നിന്നും മന്നയും പാറയിൽ നിന്നും വെള്ളവും നൽകി ഇസ്രായേൽജനങ്ങളെ അത്ഭുതകരമായി പോഷിപ്പിച്ചപ്പോൾ ദൈവതേജസ് മോശ കണ്ടു. ഹല്ലേലൂയ. ദൈവം വലിയ കാറ്റടിപ്പിച്ച് അവർ താമസിക്കുന്ന കൂടാരത്തിന് ചുറ്റും കാടപ്പക്ഷികളെ കൊടുത്തപ്പോൾ ദൈവതേജസ് മോശ കണ്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതരെ, നമുക്ക് ഈ ദൈവതേജസ് കാണാൻ കഴിയണം. സ്തോത്രം. ഈ പന്തുകളി തുടങ്ങിയപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ പന്തുകളി കാണാറില്ലേ? ഞാൻ പറയും, പന്തുകളി കണ്ട ദൈവതേജസ് കാണാൻ പറ്റത്തില്ല. എനിക്ക് ഒന്നാമത് ഒരുപാട് പ്രാർത്ഥിക്കുവാണ്ട്, ഒരുപാട് പ്രാർത്ഥന വിഷയം എന്നെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനത് ഉത്തരവാദിത്വത്തോടെ ദൈവഭാഗം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ദൈവത്തിനെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനേ ഉള്ളൂ സമയം. ഈ പന്തുകളിയൊന്നും കാണാൻ സമയമില്ല. സ്തോത്രം. ഒരിക്കലും ഒരു ദൈവദാസനോട് പറഞ്ഞു, ഈ പക്ഷേ ഈ പന്തുകളി തന്നെ 3 മണിയായ പിന്നെ ഉറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ചെത്തിയ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കൽ പന്തുകളി കാണുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള പെന്തക്കോസ്തുകാരും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ കുറ്റം പറഞ്ഞേക്കാം, എന്നെ ഒരു പ്രശ്നമില്ല. എന്നെക്കുറിച്ച് എന്തെല്ലാം കുറ്റം പറയുന്നു, അതവരുടെ ശീലമാണ്. ചാത്തയം ഗുണം തൂത്താൻ മാറത്തില്ലെന്ന് പറഞ്ഞ് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പറയുന്ന നോണ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ പറയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം പന്തുകളി. പിന്നെ ചിലര് മോശ പ്രാർത്ഥിച്ച പോലല്ല പ്രാർത്ഥിക്കുന്നത്. മോശ അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അല്ലൊരു അപേക്ഷിച്ചു. ഇന്ന് ചിലർ സീരിയൽ കാണാൻ വേണ്ടി അപേക്ഷിക്കുക, സിനിമ കാണാൻ വേണ്ടി, റിയാലിറ്റി ഷോ കാണാൻ വേണ്ടി, കോമഡി സീ കാണാൻ വേണ്ടി, മൊബൈലിൽ അല്പം പോലും അത് കാണാൻ വേണ്ടി, അതിനൊക്കെയാണ് പലരും അപേക്ഷിക്കുന്നത്. ദൈവ തേജസ് കാണുവാൻ ആരും അപേക്ഷിക്കുന്നില്ല. സന്ധ്യാപ്രാർത്ഥനയിൽ, പ്രഭാത പ്രാർത്ഥനയിലൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തിന് ധ്യാനമില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ ആലയത്തിൽ വന്നിട്ട് ബൈബിൾ അവിടെ വെച്ചിട്ട് പോകും. പിന്നെ പിറ്റേ ഞായറാഴ്ച വന്ന്, പാസ്റ്റർ ഞങ്ങളുടെ ബൈബിൾ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലരിടയ്ക്ക് വിളിച്ചു ചോദിക്കും, ബൈബിൾ പാസ്റ്റർ മറന്നിട്ടാണ്. നിന്റെ ആയുധം നീ എങ്ങനെ മറന്നുപോയത്? അങ്ങനെയുള്ള ദൈവ തേജസ് കാണാത്ത നല്ലൊരു ശതമാനം ആളുകളുണ്ട് കേട്ടോ. മോശി എന്ന് പറയുന്ന ഭക്തൻ എന്തായിരുന്നു? അവൻ ദൈവ തേജസ്. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളരെ വർദ്ധിച്ചു. എല്ലാ മാധ്യമങ്ങളും നമ്മുടെ കൺമുമ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മോശയെ പോലെ ദൈവ തേജസ് കാണുവാനുള്ള ആഗ്രഹവും ആത്മീയ വാഞ്ചയും മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതാണ് ദൈവസഭയുടെ തകർച്ച, ദൈവമക്കളുടെ തകർച്ച, നിന്റെ ജീവിതത്തിന്റെ പരാജയം. സഹോദര സഹോദരി, ഈ ദൈവ തേജസ് കാണണം. ഈ ലോകത്തിന്റെ മറിമായങ്ങളും വെറുക്കൂത്തുകളും ഇവിടുത്തെ ഇംഗിതങ്ങൾക്കും ഇച്ഛകൾക്കും വിധേയപ്പെട്ട് നിന്റെ ശരീരത്തെ ജഡിക മലിന മോഹങ്ങൾക്ക് വിധേയപ്പെടുത്തി ഇവിടുത്തെ കാമാർത്ഥികളിലും ഇവിടുത്തെ ലൈംഗിക ആസക്തികളിലും പെരുകി ഇവിടുത്തെ മദ്യത്തിനും മയക്കുമരുന്ന് ലഹരിക്കും അടിമപ്പെടുത്തി ഈ മീഡിയ വഴി കാണുന്ന എല്ലാ അശ്ലീലമായതിനു വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കാതെ, കർത്താവേ ആ ദൈവ തേജസ് എന്നെ ഒന്ന് കാണിക്കണമേ, ആ ദൈവ തേജസ് എനിക്ക് കാണുവാൻ ആഗ്രഹമുണ്ട്, ആ തേജസ്സിന്റെ അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്നൊക്കെ നീ ഹൃദയത്തിന്റെ ആഗ്രഹത്തിൽ ഹൃദയാഗ്രഹത്തോടെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും ആ ദൈവ തേജസ് നിന്നിൽ നിറയ്ക്കും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവി. ഹല്ലേലൂയ. അവരെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ നമ്മൾ സങ്കീർത്തനം 34 വായിക്കുന്നത്. ദൈവം നല്ലവൻ രുചിച്ചറിയണം. മോശ അങ്ങനെ ദൈവത്തെ നല്ലവൻ രുചിച്ചറിയണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതരിൽ നിങ്ങൾ കേരളത്തിലോ ഭാരതത്തിലോ ലോകമെമ്പാടും എവിടെയുമായിരിക്കട്ടെ, ഞാൻ സംസാരിക്കുന്ന ഭാഷ മലയാളം, അതുകൊണ്ട് മലയാളമല്ലേ കേൾക്കുന്ന എല്ലാവരും സ്തോത്രം. നിങ്ങൾ ദൈവ തേജസ് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തെ വിட ദൈവ തേജസ് കാണാൻ നീ പ്രാർത്ഥിച്ച് ആ തേജസ്സിനകത്ത് നിറഞ്ഞു നിന്ന് ആ തേജസ്സിന്റെ അഭിഷേകത്തിൽ നിറയുന്നെങ്കിൽ മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ ദൈവരാജ്യത്തിൽ ചേരാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ താൽക്കാലിക 70 അല്ലെ 80 വയസ്സൊക്കെയാണ്, ചിലപ്പം കൂടുതൽ പോകും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ മരണം നടക്കുന്ന അറ്റാക്കാണ്. എവിടെ നോക്കിയാലും അറ്റാക്ക്. എന്തുമാത്രം ഞാൻ അറ്റാക്ക് ഇട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇന്ന് വേണ്ട അറ്റാക്ക്. ഹോസ്പിറ്റലിൽ ചെന്ന ആ ഒരു കൂട്ടം ജനത്തെ കൊണ്ട് നിറഞ്ഞു. പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞ മഹാവ്യാധി, പിന്നെ ആയുസ്സിന്റെ മരണം, പിന്നെ കൊലപാതകവും സ്വയം ആത്മഹത്യ. ഇത് പെരുകുകയാണ്. ദൈവ തേജസ് കാണുവാൻ കഴിയാത്ത നിലയിൽ പലരും ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചതുകൊണ്ട് അവൻ ആത്മീയമായി പരാജയപ്പെട്ടതുകൊണ്ട് സാത്താൻ അവനെ വലിച്ചു കൊണ്ടുപോയത് കൊണ്ട് ഹല്ലേലൂയ, പലരും ദൈവത്തിൽ അകന്നു പോയപ്പോൾ മാരകമായ വിപത്തുകൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ
അല്ലേരിയ മുൾച്ചെടി പറന്നു പിടിക്കുന്നത് പോലെ പറന്നു പിടിച്ചു. മുൾച്ചെടികൾ കണ്ടിട്ടില്ലേ? അതങ്ങോട്ട് ദേശത്ത് പറന്നാലും പടർന്നു പിടിക്കും. പിന്നെ അതുവഴി ആർക്കും പോകാൻ പറ്റത്തില്ല. പിന്നെ അതിനെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഇടണമെങ്കിലേ വഴിയാത്രക്കാർക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഇല്ല കാലേ കൂടും മുള്ളേ അല്ലേ എന്ന് പറഞ്ഞൂലേ. പലരുടെയും ജീവിതം ഈ മുൾച്ചെടി പോലെ പടർന്ന് പന്തലിച്ച് പലരെയും കുത്തി വേദനിപ്പിക്കുന്ന വാക്കുകൾ, മുറിവേൽപ്പിക്കുന്ന വാക്കുകളുമായിട്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവി, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. ഈ ലോകത്തിന്റെ ഭൗതിക സുഖങ്ങളും ഭൗതിക നന്മകളും ഒക്കെ നമുക്ക് ആവശ്യമായി ജീവിക്കുവാൻ. പക്ഷെ നീ അതിനുവേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. അതിനുവേണ്ടി മാത്രം നീ ജീവിച്ച നിനക്ക് ആത്മീയമായി പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല. ആത്മീയ പുരോഗതി നീ പ്രാപിച്ച് ദൈവ തേജസ്സാൽ നീ നിറയപ്പെട്ട് കഴിയുമ്പോൾ, ദൈവ തേജസ്സിന്റെ അഭിഷേകം നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, നീ എത്ര സീറോ ആയിരുന്നാലും അതിൽ ദൈവം നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. നമ്മൾ സീറോ മൈനസ് എന്നൊക്കെ സീറോ ബാലൻസ് എന്നൊക്കെ പറയാനേ അല്ലേറിയ ബാങ്കിലുണ്ടെന്ന് എന്തോ സീറോ ബാലൻസ് എന്നൊക്കെ പറയും. ഇതിന്റെ സീറോ ബാലൻസിനെയൊക്കെ മാറ്റി തരാം. അങ്ങനെ ഒരുത്തർ പറഞ്ഞു കേട്ടു. എനിക്കതിനെ കുറിച്ച് വലിയ അറിവില്ല കേട്ടോ. എങ്കിലും തെറ്റ് നിങ്ങൾ തിരുത്തുക. അങ്ങനെ പറയുന്നുണ്ട്. ഈയിടെ ഒരു ദിവസം പറയും പാസ്റ്റർ സീറോ ബാലൻസാ. ഞാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ കർത്താവ് വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ അക്കൗണ്ടിൽ ഒരു രൂപ ഇല്ലെങ്കിലും നീ സീറോ ബാലൻസ് ആണെങ്കിലും പ്രൈസലോ, ജീവിതം തകർന്ന തരിപ്പണമായിട്ടിരുന്നാലും പ്രൈസലോ ഹല്ലേലൂയ, ആരുടെ ഒരു സഹായം നിനക്ക് കിട്ടാതിരുന്നാലും നീ ദൈവ തേജസ് കാണുവാൻ മോശ വാഞ്ചിച്ചു മോഹിച്ചതുപോലെ ആ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചുവെങ്കിൽ ആ ദൈവ തേജസ് കാണുവാൻ നീ ആഗ്രഹിച്ചു മുഴങ്ങാലും മടക്കി അവന്റെ സന്നിധിയിൽ നിന്ന് അവൻ നിനക്ക് എഴുതി തന്നിരിക്കുന്ന സത്യവേദ പുസ്തക വചനങ്ങളെ നീ വായിക്കുമ്പോൾ, വചനം നീ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ദൈവ തേജസ്സാൽ ദൈവം നിന്നെ നിറയ്ക്കും. അങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ തേജസ്സാൽ നിറയപ്പെട്ട് എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തമായി ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നതും അനവധി ആളുകൾക്ക് വേണ്ടി കണ്ണുനീരോടെ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുവാനും ഒരുപാട് പ്രാർത്ഥന വിഷയം എന്നെ ഓർപ്പിക്കുവാനും ഞാൻ മറന്നുപോയ ചില പേരുകളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്ന് ആ വ്യക്തികൾക്ക് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്നിട്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ വന്നപ്പോൾ, ആ ദൈവ തേജസ്സിന്റെ അഭിഷേകത്തെ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം നമുക്ക് ഓർമ്മശക്തി തന്നു, ബുദ്ധിയെ തുറന്നു. നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞ വിഷയങ്ങളെയൊക്കെ നമ്മളെ ഓർപ്പിച്ച് നമ്മൾ ആത്മാവിൽ ആ ദൈവ തേജസ്സാൽ നിറയപ്പെട്ട് അവർക്ക് വേണ്ടി ഹല്ലേലൂയ പക്ഷപാതം ചെയ്യാൻ തുടങ്ങി. പ്രൈസലോ, ദൈവ തേജസ്സാൽ നമ്മൾ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രാർത്ഥന മനുഷ്യനായി മാറും. പ്രൈസലോ, ദൈവ തേജസ് നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് പ്രാർത്ഥനയില്ലാത്തത്. ദൈവ തേജസ് നിറയപ്പെട്ട മോശയുടെ ജീവിതം പ്രാർത്ഥനയായിരുന്നു. ദൈവ തേജസ് നഷ്ടപ്പെട്ട സഹോദര സഹോദരി, യുവതി യുവാവി, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് നിന്റെ ഉള്ളിൽ തേജസ് ഇല്ലാത്തതുകൊണ്ടാണ്, തേജസ്സിന്റെ അഭിഷേകം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവവചനം വായിക്കാൻ നിനക്ക് കഴിയുന്നില്ല. വചനം വായിക്കുമ്പോൾ നിന്നെ ഉറക്കത്തിലേക്കും മറ്റു ചിന്തകളിലേക്ക് കൊണ്ടുപോവുക. ദൈവവചനം വായിക്കുമ്പോൾ നിന്റെ ഫോണിൽ കൂടെ മെസ്സേജ് വന്ന് നിന്റെ ഫോൺ കൂടെ റിങ് ചെയ്ത് നിന്റെ ചിന്തകളെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം ദൈവ തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാത്താൻ നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. വചനം വായിക്കാനും പറ്റത്തില്ല. ആരാധനയ്ക്ക് വന്ന സുഖമായിട്ട് ഇന്ന് ഉറങ്ങുന്ന ശ്രോതാവേ ഹല്ലേലൂയ, ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് ദൈവസഭയിൽ സംസാരിക്കുന്ന വചനം കേൾക്കുവാനോ ആരാധനയിൽ പങ്കെടുക്കുവാനോ കഴിയാതെ പിശാച് നിന്നെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ, ഞായറാഴ്ച സഭായോഗം മുടക്കി വീട്ടിലിരിക്കുന്ന സഹോദര സഹോദരി, ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ സാത്താൻ പറഞ്ഞ് നീ സഭായോഗത്തിന് പോകണ്ട. ദൈവ തേജസ് നഷ്ടപ്പെട്ട നീ ആരാധനയ്ക്ക് വരാതിരിക്കാൻ കഴിയാത്തത് നിനക്ക് ടൂർ പ്രോഗ്രാമുകളും ഞായറാഴ്ച ജോലിയും തരും. ഞായറാഴ്ച ജോലിയുണ്ട് പാസ്റ്റേ. ദൈവ തേജസ് നഷ്ടപ്പെട്ട ഹല്ലേലൂയ. അപ്പൊ ഞായറാഴ്ച ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഹല്ലേലൂയ, അതങ്ങനെ പോകട്ടെ. ഇപ്പം വിദേശ രാജ്യത്തൊക്കെ ഞായറാഴ്ച ഡ്യൂട്ടിയുള്ളവരുണ്ട്. അത് തെറ്റല്ല, അവരുടെ ഡ്യൂട്ടി. പക്ഷെ അവര് സമയം കണ്ടെത്തി ആരാധനയ്ക്ക് പോകും ഹല്ലേലൂയ. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആഴ്ചയിൽ 6 ദിവസം നമ്മൾ പണി ചെയ്ത് 7 ദിവസം സ്വസ്ഥനായി കർത്താവ് ഇരുന്ന് പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിൽ ഞായറാഴ്ച പൊതു അവധിയാണ് ഹല്ലേലൂയ. അന്നേ ദിവസം ആരാധനയ്ക്ക് വേണ്ടി സമയത്തെ വേദനിക്കണം. പ്രൈസലോ ഹല്ലേലൂയ. അപ്പൊ ഓരോ രാജ്യത്തിന്റെ അനുസരിച്ച് കാലഗതിക്ക് അനുസരിച്ച് മറ്റും പോകുന്നുണ്ടെങ്കിലും നമ്മൾ ആരാധനയിൽ നിന്ന് മാറിപ്പോകരുത്. ഹല്ലേലൂയ. ദൈവ തേജസ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ വളരെ സൗമ്യനായിരിക്കും. ദൈവ തേജസ് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സഹോദരി,
അമ്മായിയമ്മയും മരുമോളും കൂടെ വീട്ടിൽ കലഹം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയട്ടെ, അമ്മായിയമ്മയുടെ ഉള്ളിലോ മരുമോളുടെ ഉള്ളിലോ ദൈവതേജസ് നഷ്ടപ്പെട്ട രണ്ടുപേരും കീരിയും പാമ്പും പോലായിരിക്കും. ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയ അമ്മായിയമ്മ, ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയ മരുമോൾ, എങ്ങനെയുണ്ട് ആ കുടുംബം? കീരിയും പാമ്പും കാണുന്നത് പോലെയാ. അല്ലേ? ദൈവതേജസ് നഷ്ടപ്പെട്ട വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാ. ദൈവതേജസ് നഷ്ടപ്പെട്ട അയൽവാസികൾ തമ്മിൽ കണ്ടാലോ അതും അങ്ങനെ തന്നെയാണ്. അല്ലേ? ദൈവദേശം നഷ്ടപ്പെട്ട വാസുമാർ തമ്മിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കീരിയും പാമ്പുക. അല്ലേരിയ. ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ തന്നെയാണ്. അല്ലേരിയ. ഇത് എല്ലാ വിഭാഗത്തിലും ക്രൈസ്തവം, ഇസ്ലാമിക, ഹൈന്ദവ, അല്ലേരിയ, ബുദ്ധമത, ജൈനമത, പാർസി മതം, പേർഷ്യൻ മതങ്ങൾ എല്ലാം നമ്മൾ നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ. അല്ലേരിയ. എല്ലാ മേഖലയിലും ദൈവതേജസ് നഷ്ടപ്പെട്ട മനുഷ്യനാണ്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവതേജസ്സിലേക്ക് നീ മടങ്ങി വരുന്നെങ്കിൽ ഫറവോന് സൈന്യവും നിനക്കെതിരെ വന്നാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഫറവോന് സൈന്യമില്ല, സാത്താന് സൈന്യമാണ് കേട്ടോ. മോശയുടെ കാലഘട്ടത്തിൽ ആക്ഷരികമായി തന്നെ ഫറവോന് ശക്തിയും മിസ്രയീമി സൈന്യവും വന്നപ്പോൾ ദൈവതേജസ്സാണ് നിറയപ്പെട്ട മോശയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ കഴിഞ്ഞെങ്കിൽ, ഇസ്രായേലിനെ കണ്ടാൽ അത്ഭുതം കണ്ടെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സാത്താനും അവന്റെ ശക്തികളോട് നിനക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുമ്പോൾ നീ ദൈവദേശം നിറയപ്പെടുന്നുവെങ്കിൽ സാത്താനെ സാവന്റെ കിങ്കരന്മാരെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റി കളയും. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ് കുരിന്ത്യ ലേഖനം പഠിക്കുന്നത്. സ്തോത്രം. നമ്മൾ വളരെ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കേണ്ട സമയമാണ്. വളരെ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കാൻ. കാരണം ദൈവതേജസ്സാ നിറയപ്പെട്ട് നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ തന്റെ വിശുദ്ധന്മാരെ സഭയിൽ ചേർക്കാൻ വരുമ്പോൾ, തന്നെ മണവാട്ടി സഭയിൽ ചേർക്കാൻ വരുമ്പോൾ, നമുക്ക് മണവാളിലൂടെ ചേർക്കപ്പെടണമെങ്കിൽ, മണവാളിലൂടെ എടുക്കപ്പെടണമെങ്കിൽ നാം ദൈവതേജസ്സിന്റെ നിറവിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ലോകമോഹ മാലിന്യങ്ങളിൽ നീ മടങ്ങി വരണം. ലോകത്തിന്റെ മോഹ മാലിന്യങ്ങളെയൊക്കെ നമ്മളങ്ങ് ഉപേക്ഷിക്കണം. വിശുദ്ധിയുടെ ജീവിതം നയിക്കണമെങ്കിൽ ദൈവതേജസ് നമ്മുടെ ഉള്ളിൽ വരണം. ചില ദൈവമക്കൾ ഇന്നും സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. ചില ദൈവമക്കൾ ഞാൻ കണ്ണാരെ കണ്ടു പിടിച്ചിട്ടും ഒക്കെയുണ്ട്. അവരുടെ പാസ്റ്റർമാരത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അല്ലേലിയ. സിഗരറ്റ് വലിക്കുക, വീട് വലിക്കുക. ചില ദൈവദാസികളും വിശ്വാസികളുടെ വീട്ടിൽ ബ്രാൻഡി കുപ്പി ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേലിയ. സ്തോത്രം. ഞാനവരോട് പറഞ്ഞതൊക്കെ തെറ്റാ. അത് തെറ്റാന്ന് പറഞ്ഞാൽ അവരെ ചെവിയുമില്ല കയറും. കാരണം ദൈവതേജസ് നഷ്ടപ്പെട്ടവനോട് എന്ത് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. ദൈവതേജസ് നഷ്ടപ്പെട്ടവനോട് നമ്മൾ എന്ത് പറഞ്ഞാൽ അവൻ തറുതലയ്ക്ക്, അല്ലെ മറുതല എന്ന് പറഞ്ഞാൽ തറുതല പറയും. അവൻ തിരിച്ച് പ്രതികരിക്കുക, അവൻ അംഗീകരിക്കത്തില്ല. അല്ലേലിയ. ദൈവതേജസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സൗമ്യതയോടെ കേട്ടത് അനുസരിക്കും. അല്ലേലിയ. ദൈവതേജസ് നിറയപ്പെട്ട മാർത്ത, അല്ലേലിയ, സ്തോത്രം, മറിയും. അല്ലേലിയ. രണ്ടുപേരും ദൈവതേജസ് നിറയപ്പെട്ടതാണ്. എന്നാൽ യേശു അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മാർത്തയും മറിയുണ്ടെങ്കിലും മറിയ എന്ത് ചെയ്തു? അവന്റെ പാദമെടുത്തെങ്കിലും. എന്നാൽ ദൈവതേജസ് അല്പമെങ്കിലും നഷ്ടപ്പെട്ടു പോയ മാർത്ത എന്ത് ചെയ്തു? യേശുവിന്റെ ഒരിക്കൽ വന്ന് പിറുപിറുത്തു, എന്റെ സഹോദരി എന്നെ തനിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നു, നീ അവളോട് പറയണം. യേശു പറഞ്ഞത് മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അപ്പം ദൈവതേജസ് നിറയപ്പെട്ട മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അല്ലേ? അപ്പൊ ഈ മാർത്തയ്ക്ക് ദൈവദേശം നഷ്ടപ്പെട്ടു, അല്പസമയങ്ങളിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതല്ലേ ഇവിടെ പിറുപിറുത്തത്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നമ്മൾ ദൈവതേജസ് മോശ പറയുകയാണ്. അല്ലേലൂയ. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരയണമേ. തേജസ് കാണുമ്പോൾ ആദ്യത്തെ വഴി എന്ത്? ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി ഞാൻ കടന്നു പോകുമ്പോളം എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും എന്ന് അലിയ നമ്മുടെ കർത്താവ് മോശയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? പുറപ്പാട് പുസ്തകം അല്ലേലൂയ 33 അധ്യായം അതിന്റെ 21, 22, 23 വാക്യം വായിച്ചാൽ ഞാനിപ്പോ പറഞ്ഞ വാക്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായം അല്ലേലൂയ സ്തോത്രം അല്ലേലൂയ 13 അധ്യായം 21, 22, 21 വാക്ക്. ദൈവ തേജസ് കാണുവാൻ ആഗ്രഹിച്ച മോശയോട് ദൈവം പറയുകയാണ്, ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ
പാറയുടെ പിളപ്പിൽ ആക്കി ഞാൻ കടന്നു പോകുമ്പോഴും എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. അപ്പം ദൈവതേജസ് കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയും, ഈ പാറയുടെ പിളപ്പിൽ നിൽക്കണം, ഞാൻ തേജസ്സുമായിട്ട് കടന്നു പോകും. അപ്പൊ എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. പിന്നെ എന്റെ കൈ നീക്കും, ഞാൻ കടന്നു കഴിയുമ്പോൾ എന്റെ കൈ നീക്കി കഴിയുമ്പോൾ നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല. ഇത് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ മുഖം കാണാവതല്ല. ആ ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിയാത്ത നിലയിൽ മോശയെ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് മറച്ച് പാറയുടെ പിളപ്പിലാക്കി വെച്ചിട്ട് കർത്താവ് അതിലൂടെ കടന്നുപോയപ്പോൾ ആ ദൈവതേജസ്സിന്റെ അഭിഷേകം, ദൈവതേജസ്സിന്റെ മഹത്വം എത്ര ഭയങ്കരമാണ്, എത്ര വലിയതാണ്, എത്ര ശ്രേഷ്ഠമാണെന്ന് മോശ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. அதை ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവം അത് മറുപടി തിരിച്ചു നൽകുന്നത്. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അതൊക്കെ തരും കേട്ടോ. നമുക്ക് ആഗ്രഹമില്ലാതെ പോയതാണ് നമുക്കൊന്നും ലഭ്യമല്ലാതെ പോയത്. പ്രൈസലോ. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന ദൈവജനത്തെ കുറിച്ച് അറിയത്തില്ലേ? ഹല്ലേലൂയ. അവർ കൂടിയിരുന്ന് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവ തേജസ്സിന്റെ അഭിഷേകം ഇറങ്ങി വന്നു. അവർ കൂടിയിരുന്ന വീട് അല്ലയും നിറഞ്ഞു വന്ന ഹോസലവർത്തി 2-ാം അധ്യായം വായിച്ച കഴിയും. ആ ദൈവ തേജസ് എങ്ങനെയാണ് 120 പേര് കണ്ടത്? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരോരുത്തർ വീരും നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവരായി. തേജസ്സിന്റെ അഭിഷേകം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് വരും. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു. ആ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് തേജസ്സിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്വർഗീയ ഭാഷ ഉച്ചരിക്കാൻ തുടങ്ങി. അന്യഭാഷ. ഹല്ലേലൂയ. സ്തോത്രം. അന്യഭാഷ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും വളരെ പുച്ഛമാണ്. ഞാൻ നിങ്ങൾ ഈ അന്യഭാഷയിൽ നിന്ന് നിങ്ങൾ പുച്ഛിച്ച് തളരരുത്. ഇന്നത്തെ പറയുന്ന ഒരുപാട് കോമഡിക്കാർ സിനിമ മേഖലയിലും ഒരുപാട് മേഖലകളിൽ ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് പെന്തക്കോസ്ത് നാളിൽ ദൈവതേജസ്സിന്റെ അഭിഷേകത്താൽ ദൈവം അന്യഭാഷയെ 120 പകർന്ന് അവർ ആരാധിച്ച ആത്മപകർച്ച ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ആത്മപകർച്ച ഇന്നും വിശ്വസിക്കുന്ന ദൈവജനത്തെ പകർന്ന് ആത്മപകർച്ച ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ടിട്ട് ഹല്ലേലൂയ. അനവധി കാശുണ്ടാക്കുന്ന മാഫിയകൾ അവരത് കാണാതെ പഠിച്ചിട്ട് പല സ്റ്റേജിലും പല സിനിമയിലും പല മേഖലയിലും പല കോമഡികളിലും ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾ വരെ അഭിഷേകത്തെ കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ശരിയായ നിലയിൽ ഈ ഭൂമി ജീവിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞ എഴുതി താഴെ കമന്റ് ഇട്ടു. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അന്യഭാഷയെ കളിയാക്കിയ ഏതെങ്കിലും ഒരുവനെങ്കിലും സുഖമായ രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ട്, മരിച്ചു. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ അപകടം, അല്ലെങ്കിൽ മാറാ രോഗം, മഹാവ്യാധി, അല്ലെങ്കിൽ അതിന് തക്ക എന്തെങ്കിലും വന്ന് ഭവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യ ലേഖനം 4:30 എഴുതി വെച്ചിട്ടുണ്ട്. ദൈവതേജസ്സിന്റെ അഭിഷേകത്വം നിറയപ്പെട്ട ആത്മാവിൽ ആരാധിക്കുന്ന അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനം പറയുന്ന അന്യഭാഷ കണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയല്ല ഇന്നത്തെ കാലം നിങ്ങൾ ചിന്തിച്ചു. എത്രയോ വലിയ അഭിഷേകത്തെ ദുർവിനിയോഗം ചെയ്ത് പണമുണ്ടാക്കി അവരെല്ലാം ഇന്ന് സ്തോത്രം പരാജയമടഞ്ഞു. മാറാ രോഗികളായി, ക്യാൻസർ രോഗികളായി, മന്ദബുദ്ധികളായി, മാനസിക നില തെറ്റി, ഡിപ്രഷൻ രോഗങ്ങൾ, ആ മരണത്തിന് ആത്മഹത്യക്ക് വിധേയപ്പെട്ടു കൊടുത്ത അല്പസമയത്തെ ധനലാഭത്തിന് വേണ്ടി ദൈവത്തിന്റെ തേജസ്സിനെ നിന്ദിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത് കഠിനമായ ശോധനയാണ്. ഇത് നമ്മൾ പ്രസംഗിച്ചപ്പോൾ വളരെ വിമർശനം ഉണ്ടായി. നിങ്ങൾ എന്നെ വിമർശിച്ചാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. പറയേണ്ടത് പറയും, പറഞ്ഞേ മുതിർത്തു. പ്രൈസറോ. അത് എത്ര വലിയ പുള്ളികളായിരുന്നാലും. പ്രൈസറോ. സ്തോത്രം. ചിലരൊക്കെ ഭയങ്കര കമന്റ് ഇടാറുണ്ട്. കമന്റ് ഇടുന്ന ദൈവത്തിന്റെ ആ മക്കളോട് പറയട്ടെ, ഞാൻ എന്നെയൊക്കെ വിമർശിക്കുന്നവരെല്ലാം ദൈവമക്കളായിട്ടാണ് കാണുന്നത്. കാരണം ദൈവമക്കളായിരുന്നു. ദൈവതേജസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വിമർശിക്കാൻ തുടങ്ങി. ദൈവതേജസ് നഷ്ടപ്പെട്ടാലാണ് ഇത് വിമർശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ മോശ ദൈവതേജസ് കണ്ടു. പ്രൈസറോ. ആ പാറപ്പിളപ്പ് ക്രിസ്തുവാകുന്ന ആ പാറയുടെ പിളപ്പ് ക്രിസ്തുവായിരുന്നുവെന്ന് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ അവിടെ എഴുതുന്ന ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന്
നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മോശ കൊരിന്ത്യർ സഭയ്ക്ക് ഒരു ദൂതത്തെ കൈമാറുകയാണ്. ഇത് അപ്പം അലിയ മോശയെ മറച്ച പാറ ക്രിസ്തു. അല്ലേലിയ. നിങ്ങൾ ആ വചനം വായിക്കും. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 തൊട്ട് വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റു മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയപാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അല്ലെങ്കിൽ ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എത്ര ശ്രേഷ്ഠമായ വചനമല്ലേ. എൻ്റെ ഞാൻ ഈ ദൈവത്തിനൊക്കെ വായിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ. ഒരുപാട് ഹൃദയവേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും ഒക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഞാൻ നേരിടുന്നുമുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെപ്പോലൊക്കെ തന്നെ ഞാൻ തരണം ചെയ്താൽ പോകുന്നത്. പക്ഷെ ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ദൈവവചനത്തിൽ ഇരിക്കുമ്പോൾ, ശുശ്രൂഷയിലൊക്കെ എന്നെ ദൈവം അതിനുവേണ്ടി ഒരുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആ സമയമൊക്കെ ആ ദൈവദേശത്തിന്റെ നിറവിൽ നിറയപ്പെട്ടു എന്റെ സങ്കടങ്ങളൊക്കെ മറന്നിട്ട് എന്റെ കർത്താവിനോട് ചേർന്നിരിക്കും. മോശയെ പാറയുടെ പിളപ്പിൽ നിർത്തി ആ കർത്താവ് കടന്നു പോകുന്നോളം അവന്റെ കരങ്ങൾ കൊണ്ട് ആ മോശയെ മറച്ചു. കർത്താവ് കടന്നുപോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മോശ യഹോവയുടെ ഭാഗം കണ്ടുകൊണ്ട് ദൈവം എന്നെയും ചിലപ്പോൾ ഞാൻ കടന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് എന്നെ മറയ്ക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഞാൻ ആ ദൈവദേശത്താണ് നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ മനുഷ്യൻ മാത്രമേ അങ്ങനെയുള്ളൂ. അങ്ങനെയല്ല കേട്ടോ. ആരെങ്കിലും ആഗ്രഹിക്കുന്നവർക്കാണല്ലോ ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. അല്ലേ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെ. ആഗ്രഹമില്ലെങ്കിൽ നമുക്കൊന്നും ലഭ്യമാകത്തില്ല. സ്തോത്രം. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, നിങ്ങൾ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ട്, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ വിട്ട് നീ മടങ്ങുക. ഇവിടുത്തെ ഇംഗിതങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. നിനക്ക് ലഭിച്ചിരിക്കുന്ന സമയം താൽക്കാലികമാണ്. അല്പസമയം മാത്രമേ ഉള്ളൂ. അല്പകാലം മാത്രമേ ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തുള്ളൂ. നാം ഈ കൂടാരം വിട്ട് പോകേണ്ടവരാണ്. ഈ കൂടാരം ഒഴിഞ്ഞു കൊടുക്കേണ്ടവരാണ്. നമ്മുടെ സമയം എപ്പോഴാണ് അവസാനിക്കുന്ന അറിയത്തില്ല. ഏത് സമയത്താണ് മരണം വരുന്നതെന്ന് അറിയില്ല സഹോദര സഹോദരി. അല്ലേലൂയ. മരണം നിന്നെ എടുക്കും മുമ്പ്, മരണം നിന്നെ കൊണ്ടുപോകും മുമ്പ്, നീ മരണത്തിന് വിധേയപ്പെട്ട് ഈ ഭൂമി നിന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പേ മോശ ദൈവദേശത്ത് കാണാൻ ആഗ്രഹിച്ചതുപോലെ, അല്ലേലൂയ, നീ ദൈവദേശത്ത് കാണാൻ ആഗ്രഹിച്ച നിന്റെ ഭവനത്തിനകത്ത് ആ ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവം നിനക്കുണ്ടെങ്കിൽ, അല്ലേലൂയ, നിന്റെ ഭവനത്തെ അടക്കി വാഴുന്ന സാത്താന്റെ ശക്തികളും സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് നിന്റെ കുടുംബം വിടിവിക്കപ്പെടും. നിന്റെ തലമുറ വിടിവിക്കപ്പെടും. ഇന്ന് പലരും ദൈവദേശത്ത് കാണാൻ കഴിയാതെ ആടിച്ച് ഭൂപുരിയായിട്ട് വെളിവില്ലാതെ സുബോധം നഷ്ടപ്പെട്ട് ആമി ഭവനത്തിനകത്തും പുറത്തും പെരുവഴിയിലും ഒക്കെ കടത്തുന്നതിലും ഓടകളിലും കിടക്കിയ ദൈവദേശത്ത് കാണാൻ പറ്റത്തില്ലാതെ പിശാച് പലരെയും അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ മടങ്ങി വരണം. കുടുംബത്തിനകത്ത് ദൈവദേശത്തുണ്ടെങ്കിൽ കുടുംബത്തിനകത്ത് കലഹമുണ്ടാകത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, എന്നെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ മക്കളോട് പറയട്ടെ, ദൈവദേശം നിറയപ്പെട്ട നീ എവിടെ സൗമ്യനായിരിക്കും. നിന്റെ കുടുംബത്തിനകത്ത് കലഹം കാണത്തില്ല, കുടുംബത്തിൽ പ്രശ്നം കാണത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർ ഛിന്ന ഭിന്നമായി മാറില്ല. അവിടെ അവിശ്വസ്തത കാണിക്കത്തില്ല. ആമീൻ. തലമുറ അവിശ്വസ്തത കാണിക്കത്തില്ല. നീ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ട് പോകത്തില്ല. നിന്റെ കുടുംബ സ്വർഗമായിരിക്കും. എങ്ങനെ? ദൈവദേശം നിറയപ്പെട്ട് നീ നിന്റെ കുടുംബം ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, ആമീൻ, യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബങ്ങൾ എപ്പോഴും സേവിക്കുമെന്ന് പറഞ്ഞ് കുടുംബ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. നിന്റെ കഷ്ടങ്ങൾ മാറും, സങ്കടങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, കണ്ണുനീര് മാറും. നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, മഹാവ്യാധികൾ, കടക്കണികൾ, നിന്റെ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിന്റെ പരാജയങ്ങൾ, അവയെല്ലാം മാറ്റിത്തരുവാൻ ദൈവം ശക്തനാണ്. ആമീൻ. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നും പറഞ്ഞ്, കാരാഗ്രഹമാണെങ്കിലും ചങ്ങല കയ്യിലുണ്ടെങ്കിലും, ആമീൻ, തടവുള്ളിയായിട്ട് കിടക്കുന്നെങ്കിലും ഒരുപാട് പീഡനങ്ങൾ, അക്രമങ്ങൾ, ആമീൻ, പ്രതിസന്ധികളുടെ പൗലോസ് കടന്നുപോയി. എങ്കിലും പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പി ലേഖനം 4:13. അതേ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെടേണ്ടി വന്നാലും, നീ തടവിലാക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വന്നാലും, കാരാഗ്രഹത്തിന്റെ അനുഭവത്തിന്റെ ജീവിതത്തിൽ വന്നാലും, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യം ഏതായിരുന്നാലും, ആമീൻ, ദൈവദേശം നിറയപ്പെട്ട മോശയെ പോലെ പൗലോസും ദൈവദേശം നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ ആമീൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. അത് മുഖാന്തരം എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും ചപ്പും ചവറുമായി ഇടുകയാണ്. ആമീൻ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് പരമവിളിയിൽ രാജ്ഞനായി ദൈവത്തിന് വേണ്ടി ദൈവത്തെ വീതിനായി ഓടുന്നു. അല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ,
നീ നിന്റെ കുടുംബം ദൈവ തേജസ് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ ഭൂമിയിലെ സുഖങ്ങൾക്ക് വേണ്ടി നീ നിന്റെ കുടുംബത്തെ തകർത്ത് കളയരുത്. ഈ ഭൂമിയിലെ ജീവിതമല്ല പ്രാധാന്യം കേട്ടോ. നമുക്ക് മരണാനന്തര ഒരു ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം നിത്യയിൽ പിതാവായി ദൈവത്തോടു കൂടെ ആ സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഈ ഭൂമി വെച്ച് തന്നെ നമ്മൾ ദൈവ തേജസ്സാണ് അറിയപ്പെടണം. ഹല്ലേലൂയ. പാപത്തെ വിട്ട് ഒഴിയുകയും ചെയ്യണം. പാപത്തിന്റെ ജീവിതത്തിൽ പ്രവേശിക്കരുത്. പാപത്തിന് ഇടം കൊടുക്കരുത്. ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് നീ വിധേയപ്പെട്ടു പോകരുത്. സാത്താന്റെ വഞ്ചനയിൽ നീ കുടുങ്ങി പോകരുത്. പലരും നിന്നെ മോഹന വാക്തത്വങ്ങൾ പറഞ്ഞ്, മോഹന വാക്കുകൾ പറഞ്ഞ് നിന്നെ സന്തോഷിപ്പിക്കുന്ന, നിന്നെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ മയക്കി വശീകരിച്ച് സാത്താന്റെ അടിമയാക്കി മാറ്റാൻ പലരും മനുഷ്യരൂപത്തിൽ തന്നെ വെളിപ്പെടും. എന്റെ ഏരിയ അതിനെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങി വരുന്നെങ്കിൽ എന്റെ ഏരിയ പരിശുദ്ധന്മാവ് ഇതുപോലെ നിന്റെ കുടുംബത്തിനകത്തെ നരകാവസ്ഥയെ മാറ്റി, എന്റെ ഏരിയ നിന്റെ കുടുംബത്തിനകത്തെ നരകാവസ്ഥയെ മാറ്റി സ്വർഗീയ അനുഭവം തരും. അപ്പൊ നിന്റെ കുടുംബം നരകാവസ്ഥ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പലരും പറഞ്ഞു, ഒത്തിരി പേരോട് പറയാം, എന്റെ പാസ്റ്റർ വീട് നരകമാണെന്ന്. ആ നരകാവസ്ഥ അതിനെ മാറ്റാൻ ദൈവത്തിന് കഴിയും. എന്റെ ഏരിയ അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത ആലോരിയ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുക, ഇത് ഇസ്രായേൽ അലിയ ആ പാറ ക്രിസ്തുവായിരുന്നു. ഇത് ഇസ്രായേലിനോട് കൂടെ നടന്ന ആത്മീയ പാറയാണ്. ആത്മീയ ഭാര്യവും ജീവജലവും പുറപ്പെടുവിക്കുന്ന കൃപയാകുന്ന പാറ ക്രിസ്തു. പ്രിയ ദൈവമക്കളിൽ നിങ്ങൾ ദൈവത്തിന്റെ ദേശം കാണുന്നതിന് വേണ്ടിയാണ് അവൻ പാറയെ പിളർന്ന് അവൻ പാറയായി മാറി. സാധനത്തെ കുടിപ്പാൻ വെള്ളമില്ല. മോശയോട് ദൈവം പറഞ്ഞ് നിന്റെ കയ്യിരിക്കുന്ന വടിയെടുത്ത് പാറയടിക്കുക. ആരോട് കൽപ്പിക്കുക? പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. പാറ മോശ പാറയെ അടിച്ചു. എന്നാൽ പാറ പിളർന്ന് അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കൊടുത്തു. അവർ ദൈവദേശത്ത് കണ്ടു. ഹല്ലേലൂയ. ആമേൻ. കാൽവരിയിൽ ഹല്ലേലൂയ, ആ കാൽവരി ക്രൂശിൽ അവന്റെ തേജസ് നമുക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. കാൽവരിക്കാരിരുമ്പാണ് എത്രയപ്പെട്ടു മുൾക്കിന്റെ ദാഹിയായി കിടക്കുമ്പോൾ അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി. ഹല്ലേലൂയ. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ അവൻ കിടക്കുന്ന സമയത്ത് അവനെ ഉരുക്കൊണ്ട ജനം പരിഹസിക്കുന്ന നിന്ദിക്ക് അവന്റെ മുഖത്ത് തൂക്കുമ്പോൾ അവന്റെ മുഖത്ത് തന്റെ തടികൾ കുടിക്കാൻ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദൈവദേശത്ത് കാണിച്ചെന്ന നിരീശ്വരൻ പുത്രന്മാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയെന്ന് പറഞ്ഞ് ആത്മാവിനെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ. ആമേൻ. അവൻ മരിച്ചു, കല്ലറയിലിടക്കി. 3-ാം നാൾ ആ ദൈവദേശത്ത് നിറയപ്പെട്ട് ദൈവ സാന്നിധ്യം കല്ലറയെ ഭേദിച്ച് പുറത്തു വന്ന് 40 നാളുകളിൽ ശിഷ്യന്മാർ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. 40-ാം നാൾ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ ദൈവദേശത്താകുന്ന കർത്താവ് അതേ മധ്യാകാശത്തിൽ വരാൻ സമയമായി. എന്തിനവന്റെ സമയമാകുന്ന മണവാട്ടി ചേർക്കാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? മോശ കണ്ടതുപോലെ, മോശ കാണാൻ ആഗ്രഹിച്ചതുപോലെ ആ ദൈവദേശത്ത് കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവിനെ മാനിക്കും കേട്ടോ. ദൈവദേശത്ത് നിറയപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബിസിനെ ഉത്തമഹിതം വായിക്കും കാണുന്നുണ്ട്. പാറയുടെ പിളർപ്പിൽ കടുത്തൂക്കിന്റെ മറവിലിരിക്കുന്ന എന്റെ പ്രാവി എന്ന് നിങ്ങളെ കർത്താവ് വിളിക്കുക. ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. ആ ഭാഗം ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്ക് ഞാൻ ബാക്കി നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ട് മാത്രം. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യൻ യേശുവിനെ ക്രൂശിൽ ഹല്ലേലൂയ അവൻ രക്ഷകനായി കാണും. യേശുക്രിസ്തുവിനെ ക്രൂശിൽ രക്ഷകനായി കാണും. ക്രൂശിനെ അല്ല കാണേണ്ടത്. ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ രക്ഷകനെ കാണുന്നുവോ, ദർശിക്കുന്നുവോ, അവന്റെ ഉള്ളിലേക്ക് സ്വർഗീയ തേജസ് ഇറങ്ങി വരും. ഹല്ലേലൂയ. മഹത്വത്തിന് രാജാവ് ദർശിക്കുവാൻ അവരെ നമ്മൾക്ക് കഴിയണം. ക്രിസ്തുവിന്റെ 2-ാം വരവിൽ യേശു പിതാവിന്റെ തേജസ് നിറഞ്ഞവനായി ആ മഹത്തായ ദൈവദൂതന്മാരോടൊപ്പം ആമേ സ്വർഗത്തിൽ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ആമേ നിനക്കും ആമേ സ്വന്തം മരിച്ചുവെങ്കിൽ നിനക്ക് ഉയർപ്പ്. നീ മരിച്ചില്ല എങ്കിൽ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ദൈവദേശത്ത് നിറയപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകരം നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ലോകം നമുക്ക് വേണ്ട. ലോകത്തിന്റെ പാപങ്ങൾ വേണ്ട. ലോകത്തിന്റെ ജടിക സുഖങ്ങൾ വേണ്ട. ഇവിടുത്തെ കൂട്ടുകെട്ടുകൾക്കെല്ലാം പരിമിതി വേണം. ലോകത്തിന്റെ മറിമായങ്ങളിൽ നീ വീട് പോകരുത്. സാത്താനിനെ തോൽപ്പിക്കരുത്. നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ തന്നെ നീ പറഞ്ഞല്ലോ നിന്റെ ഭവനം നരകമാണെന്ന്. പക്ഷെ നിന്റെ ജീവിതത്തിന്റെ അവസാനം നരകത്തിലേക്ക് പോകാതെ നീ നരകക്കടലിൽ നീ ആമേ കരകയറി. ഹല്ലേലൂയ. ആമേ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് സ്വർഗീയ അനുഭവത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നീ കടന്നു പോകണം. അതെ, ഇത് പകരം നിന്റെ കഷ്ടത മാറുവാൻ, സങ്കടം മാറുവാൻ, ദുഃഖം മാറും, വ്യാധി മാറുവാൻ, കടക്കിണി മാറുവാൻ, ശാപം മാറാൻ, ബന്ധനം മാറുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് സ്വർഗീയ സാന്നിധ്യം ഇറങ്ങുവാൻ, നീ അനുഭവിക്കുന്ന കണ്ണുനീരിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ നിന്നെ തള്ളിപ്പറയുന്നവർ, നിന്നെ വിടക്കെന്ന് കൽപ്പിച്ച് നിന്നെ ആമെ ആട്ടി പുറത്താക്കിയവർ, ഹല്ലേലൂയ. ആമെ നിന്നെ എന്നും പരിഹസിക്കുന്നവർ, ഹല്ലേലൂയ. നീ കണ്ണുനീര് കുടിക്കുന്ന അനുഭവമാണോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. മോശ കണ്ടതുപോലെ
നിറയപ്പെട്ടതുപോലെ ആ ദൈവദേശ നീയും നിറയപ്പെട്ട് കഴിഞ്ഞാൽ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ എല്ലാം ചിഹ്ന ഭിന്നമായി മാറും. ദൈവം എഴുതേക്കുമ്പോൾ അവരുടെ ശത്രുക്കൾ ചെറിയപ്പോൾ 68 വാക്യം വായിക്കുന്നു. ഇവിടെ മോശ പറയാണ്, അപ്പോൾ അവൻ നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതെ, നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വര്യ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനെ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്ന ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തത്തിനും മൃത്തരും അശമയാചകരും ഓർഫനേജ് വിവേകഭൂമിയിലായിരിക്കുന്ന തടവറയിലായിരിക്കും ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ലോക രാജ്യങ്ങളില് ഉള്ള എല്ലാ ജനത്തെ, എല്ലാ ഗോത്രങ്ങളെ, എല്ലാ ഭാഷകളിലായിരിക്കും ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, സകല മനുഷ്യൻ മോശ ദൈവദേശം കാണാൻ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ച ദൈവദേശം മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയതുപോലെ ഈ ജനം ഈ ദിവസം ദൈവദേശത്താൽ നിറയപ്പെട്ട് കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ള ഒരു തലമുറയെ ഈ ദിവസം എഴുന്നേൽപ്പിക്കണം. വാനിയൊരു അന്തികാല ഉണർവിനായി കർത്താവ് ഞാൻ കേരളത്തിന്റെ ഉണർവിനായി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന് ഉണർവിനായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യ ഉണർവിനായി ജനത്തിന്റെ ഹൃദയങ്ങൾ വലിയ ഉണർവുണ്ടാകട്ടെ. ആമി തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും അധികാരികളും രാഷ്ട്രങ്ങളും എല്ലാം ഒന്നടങ്കം എതിർത്തവന്മാരും ഒരു വലിയ ഉണർവിന്റെ കാറ്റ് നാളുകളിൽ ദൈവമേ ദേശത്ത് അയക്കണമേ, സഭയിൽ അയക്കണമേ, തലമുറയിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാപത്തിന്റെ വഴിവിട്ട് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.